നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാൻ അമേരിക്ക സംഘർഷ സാധ്യത വർദ്ധിച്ചിരിക്കെ പശ്ചിമേഷ്യയിലേക്ക് വീണ്ടും ഒരു യുദ്ധക്കപ്പൽ കൂടി വിന്യസിച്ചിരിക്കുകയാണ് അമേരിക്ക. US നാവികസേനയുടെ USS ഡെബൾട്ട് ഡി ബ്ലാക്ക് ആണ് അയച്ചിരിക്കുന്നത്. കഴിഞ്ഞ 48 മണിക്കൂറിനിടെ USS ഡെബൾട്ട് ഡി ബ്ലാക്ക് മേഖലയിൽ പ്രവേശിച്ചതായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി. ഇതോടെ ഈ മേഖലയിലെ അമേരിക്കൻ യുദ്ധക്കപ്പലുകളുടെ എണ്ണം 10 നിലവിൽ 6 ഡിസ്ട്രോയറുകളും USS എബ്രഹാം ലിങ്കൺ വിമാനവാഹിനി കപ്പലും നിരവധി ചെറു പോർക്കപ്പലും അടക്കം വമ്പൻ കപ്പൽ പടയാണ് ഇറാൻ ആക്രമണം പദ്ധതിയിട്ട് അമേരിക്ക എത്തിച്ചിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളിലൊന്നായ USS എബ്രഹാം ലിങ്കൺ നേരത്തെ തന്നെ ഇറാനെ ലക്ഷ്യമിട്ട് പുറപ്പെട്ടിരുന്നു. ഡസൻ കണക്കിന് യുദ്ധവിമാനങ്ങളെ വഹിക്കുന്ന കപ്പലാണ് ഇത്. 70 മുതൽ 90 വരെ യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും വഹിക്കാൻ ശേഷിയുണ്ട്. ഇതോടെ പശ്ചിമേഷ്യ യുദ്ധഭീതിയിലായി. ആണവ കരാറിൽ അമേരിക്കയുമായി ചർച്ചയിൽ ഏർപ്പെടാത്തതിനാലാണ് ഇറാനെതിരെ ഡൊണാൾഡ് ട്രംപ് പ്രതിരോധം കടുപ്പിച്ചത്. അമേരിക്കൻ യുദ്ധക്കപ്പൽ ഇറാനെ ലക്ഷ്യമിട്ട് മുന്നോട്ട് നീങ്ങുന്നുണ്ടെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ട്രൂത്ത് സോഷ്യൽ സമൂഹ മാധ്യമത്തിലൂടെയാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത്. മാസീവ് അർമാഡ എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ അമേരിക്കയുടെ കപ്പൽപ്പടയെ വിശേഷിപ്പിച്ചത്. US വെനിസ്വേലയിലേക്ക് അയച്ചതിനേക്കാൾ വലിയ കപ്പൽപ്പടയാണ് ഇതെന്നും പറഞ്ഞു. ആണവായുധ മോഹം ഉപേക്ഷിച്ച് ചർച്ചാമേശയിലേക്ക് വരാൻ ഇറാൻ തയ്യാറാകണമെന്നാണ് വാഷിംഗ്ടണിന്റെ കർശനമായ ആവശ്യം. എന്നാൽ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന് ടെഹ്റാൻ പ്രതികരിച്ചു. ബഹുമാനത്തോടെയുള്ള ചർച്ചകൾക്ക് തയ്യാറാണെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള സൈനിക കടന്നുകയറ്റം ഉണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. മേഖലയിൽ യുദ്ധഭീതി വർദ്ധിപ്പിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങളും നിലപാട് കടുപ്പിക്കുന്നത് രാജ്യാന്തര തലത്തിൽ വലിയ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. സംഘർഷ സാധ്യത ഏറുന്നതിനിടെ അമേരിക്ക ആക്രമിച്ചാൽ ഉടനടി അമേരിക്കൻ താവളങ്ങളിലേക്കും പടക്കപ്പലുകളിലേക്കും പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് ഇറാൻ ഭീഷണിപ്പെടുത്തി. അമേരിക്ക ഏതെങ്കിലും തരത്തിൽ പ്രകോപനമുണ്ടാക്കിയാൽ ടെഹ്റാന്റെ തിരിച്ചടിക്ക് പിന്നെ ഒരതിരുമുണ്ടാകില്ല എന്നാണ് ഇറാനിയൻ സൈന്യത്തിന്റെ വക്താവിന്റെ ഭീഷണി. വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കന്റെ നേതൃത്വത്തിൽ ഇറാൻ ലക്ഷ്യമാക്കി അമേരിക്കൻ കപ്പൽപ്പട നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരുന്നത്. അതിനിടെ ഇറാന്റെ അർദ്ധസൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിനെ യൂറോപ്യൻ യൂണിയൻ ഭീകര സംഘടനകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളെ റവല്യൂഷണറി ഗാർഡിനെ ഉപയോഗിച്ച് ഇറാൻ അടിച്ചമർത്തിയതിന് പിന്നാലെയാണ് നടപടി. അതേസമയം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി തുർക്കിയിലേക്ക് മടങ്ങി. തുർക്കി വിദേശകാര്യമന്ത്രിയുമായി ചർച്ച നടത്തുമെന്നാണ് റിപ്പോർട്ട്. യുദ്ധം ഒഴിവാക്കാൻ തുർക്കിയുടെ മധ്യസ്ഥതയിൽ ചർച്ച നടത്താനാണ് ഇറാന്റെ ശ്രമം. എന്നിരുന്നാലും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും യുദ്ധസമാനമായ പ്രകോപനമുണ്ടായാൽ ഉടനടി തിരിച്ചടിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇറാന്റെ സൈന്യം എന്തിനും സജ്ജമാണെന്നും ഇറാനെതിരെ കര, കടൽ, ആകാശം എന്നിങ്ങനെ ഏതു മാർഗത്തിലൂടെയും എന്ത് ആക്രമണമുണ്ടായാലും ഉടനടി ശക്തമായി തിരിച്ചടിക്കുമെന്നുമായിരുന്നു അബ്ബാസ് അരാക്ചി വ്യക്തമാക്കിയത്. ആണവ നിർവ്യാപന കരാറിൽ എത്തിയില്ലെങ്കിൽ ഇറാനെതിരെ മറ്റൊരു രൂക്ഷമായ ആക്രമണം നടത്തുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചത്. അനുവദിച്ച സമയം അതിക്രമിച്ചിരിക്കുകയാണെന്നും ഇറാൻ എത്രയും വേഗം മേശയ്ക്ക് മുന്നിലെത്തി ന്യായവും നീതിയുക്തവുമായ കരാർ ചർച്ച ചെയ്യും എന്നുമാണ് പ്രതീക്ഷിക്കുന്നതെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കി. USന്റെ വലിയ കപ്പൽ വ്യൂഹം ഇറാനിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും കരാറിൽ ഏർപ്പെടാത്ത പക്ഷം രൂക്ഷമായ ആക്രമണമുണ്ടാകുമെന്നും ട്രംപ് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. യുദ്ധഭീതിയുടെ പശ്ചാത്തലത്തിൽ യൂറോപ്പിൽ നിന്ന് ഗൾഫ് മേഖലയിലേക്കുള്ള വിമാന സർവീസുകൾ പ്രമുഖ എയർലൈനുകൾ നിർത്തിവെച്ചു. UAEയിലേക്കുള്ള സർവീസുകൾ താൽക്കാലികമായി നിർത്തിയതായി എയർ ഫ്രാൻസ്, KLM എന്നീ എയർലൈനുകൾ വ്യക്തമാക്കി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിലൂടെയുള്ള സർവീസുകൾ സുരക്ഷിതമല്ലെന്ന് എയർലൈനുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതേസമയം അമേരിക്കയുടെ ആണവ സ്നിഫർ വിമാനം ബ്രിട്ടനിലെത്തി. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തണോ വേണ്ടയോ എന്ന് ഡൊണാൾഡ് ട്രംപ് വിലയിരുത്തുന്നതിനിടെയാണ് US ന്യൂക്ക് സ്നിഫർ വിമാനം ബ്രിട്ടനിൽ എത്തിയിരിക്കുന്നത്. ഇറാനുമായുള്ള സംഘർഷത്തിനുള്ള തയ്യാറെടുപ്പുകളെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്ക് ഇപ്പോൾ ഈ വിമാനത്തിന്റെ അപൂർവ വരവ് ആക്കം കൂട്ടിയിരിക്കുന്നു. ആണവ സ്ഫോടനങ്ങളും സംഭവങ്ങളും കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് അന്തരീക്ഷത്തിലേക്ക് റേഡിയേഷൻ ചോർച്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനാണ് WC-135R എന്ന ഇനത്തിൽപ്പെട്ട ഇത്തരം വിമാനങ്ങൾ ഉപയോഗിക്കുന്നത്. 1986-ൽ ചെർണോബിൽ ദുരന്തത്തിന് ശേഷവും 2011-ൽ ഫുക്കുഷിമ ആണവ നിലയ സംഭവത്തിനു ശേഷവും ഉത്തര കൊറിയൻ ആണവ പരീക്ഷണങ്ങൾക്കിടയിലും 2022-ൽ യുക്രൈൻ റഷ്യൻ യുദ്ധത്തിന്റെ തുടക്കത്തിലും
ഇത് വിന്യസിക്കപ്പെട്ടിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച അമേരിക്കൻ നാവികസേനയുടെ വലിയൊരു വ്യൂഹം മിഡിൽ ഈസ്റ്റ് മേഖലയിൽ എത്തിയിരുന്നു. ആവശ്യമെങ്കിൽ ഇറാനെ ആക്രമിക്കാൻ അവർ തയ്യാറാണ്, കഴിവുള്ളവരാണ് എന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത്. ആണവ പദ്ധതിയെക്കുറിച്ച് ഒരു കരാർ ചർച്ച ചെയ്യാൻ ഇറാന് സമയം കഴിഞ്ഞു എന്നും അദ്ദേഹം ബുധനാഴ്ച പറഞ്ഞു. പാശ്ചാത്യ രാജ്യങ്ങൾ വിശ്വസിക്കുന്നത് ഒരു അണുബോംബ് നിർമ്മിക്കാൻ ഇറാൻ ലക്ഷ്യമിടുന്നു എന്നാണ്. കഴിഞ്ഞ വർഷം ജൂണിൽ ഇറാന്റെ ആണവ നിലയങ്ങൾ അമേരിക്ക ആക്രമിച്ചിരുന്നു. സുരക്ഷാ സേനയെയും നേതാക്കളെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഉൾപ്പെടെ സർക്കാർ കെട്ടിടങ്ങൾ തകർക്കാൻ പ്രതിഷേധക്കാരെ പ്രേരിപ്പിക്കുന്നതുൾപ്പെടെ ഇറാനെതിരെ ഏതു തരത്തിലുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത് എന്ന കാര്യം ട്രംപ് ഇപ്പോഴും പരിശോധിച്ചു വരികയാണ്. ഏതൊരു ആക്രമണത്തിനും കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇറാനും പ്രഖ്യാപിച്ചു. ഇറാനിലെ പ്രതിഷേധക്കാരെ അടിച്ചമർത്തിയ നടപടിയിൽ അമേരിക്ക ശക്തമായ പ്രതിഷേധം അറിയിച്ചു. എന്നാൽ കലാപത്തിന് പ്രോത്സാഹനം നൽകിയത് അമേരിക്കയാണ് എന്നാണ് ഇറാൻ കുറ്റപ്പെടുത്തുന്നത്. ഇന്നലെ ഇറാന്റെ സൈനിക മേധാവി ആമിർ ഖദാമി ഏതൊരു ആക്രമണത്തിനും ഗംഭീര പ്രതികരണം നൽകുമെന്ന് പ്രഖ്യാപിച്ചതായി ഔദ്യോഗിക മാധ്യമങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. 1000-ഓളം ഡ്രോണുകൾ ഇതിനായി ഇറാൻ സജ്ജമാക്കിയതായും സൂചനയുണ്ട്. ഹിസ്ബുള്ള നേതൃത്വവും ഇറാനെ ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്ന് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി. ഇറാനിൽ ഒരു ഭരണമാറ്റത്തിനുള്ള സാധ്യതകളാണ് അമേരിക്ക ഇപ്പോൾ പരിശോധിക്കുന്നത്. സ്വന്തം ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്കാണ് എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഇറാന്റെ വിദേശകാര്യമന്ത്രി സെയ്ബ് അബ്ബാസ് അരാക്ചി ഇറാന്റെ സൈന്യം തിരിച്ചടിക്കാൻ തയ്യാറാണെന്ന് സമൂഹ മാധ്യമമായ എക്സിലൂടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. US ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ഇറാൻ 2000-ലധികം നൂതന ബാലിസ്റ്റിക് മിസൈലുകൾ വിന്യസിച്ചതായി റിപ്പോർട്ട്. വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ ജൂണിൽ ഇസ്രയേലുമായുള്ള 12 ദിവസത്തെ യുദ്ധത്തിനു ശേഷവും ഇറാന്റെ മിസൈൽ ശേഖരം നിറഞ്ഞിരിക്കുന്നതായാണ് മാധ്യമം പുറത്തുവിടുന്ന വിവരം. ദുർബലമാണെങ്കിലും US ആക്രമണങ്ങൾക്ക് മാരകമായ മറുപടി നൽകാനുള്ള കഴിവ് ഇറാനുണ്ടെന്നും റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകി. അതേസമയം ഭരണമാറ്റത്തിന് കാരണമായേക്കാവുന്ന ഒരു സാഹചര്യം ഇറാനിൽ സൃഷ്ടിക്കുക എന്നതാണ് ഡൊണാൾഡ് ട്രംപിന്റെ ലക്ഷ്യമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇറാന്റെ കൈവശം 2000 മധ്യദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇവയ്ക്ക് മിഡിൽ ഈസ്റ്റിലെ ഏതൊരു US സൈനിക താവളത്തിലും വൻ ആക്രമണം നടത്താൻ കഴിയും. ഗൾഫിലെ US താവളങ്ങളിലെയും ഹോർമുസ് കടലിടുക്കിലെ കപ്പലുകളെയും ആക്രമിക്കാൻ ഉപയോഗിക്കാവുന്ന ഹ്രസ്വദൂര മിസൈലുകളുടെ ഒരു വലിയ ശേഖരവും ഇറാന്റെ കൈവശമുണ്ട്. ഈ മിസൈലുകളുടെ കൃത്യമായ എണ്ണം വ്യക്തമല്ലെങ്കിലും വ്യത്യസ്ത ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വ്യത്യസ്ത കണക്കുകൾ നൽകുന്നതിനാൽ ഓരോ കണക്കുകളിലും എണ്ണം 100 കണക്കിനാണെന്നാണ് പറയുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം 1000-കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളുടെ ശേഖരത്തിൽ ഭൂരിഭാഗവും ഇറാൻ ഇപ്പോഴും കൈവശം വെച്ചിട്ടുണ്ട്. ഇത് US-നും മിഡിൽ ഈസ്റ്റിലെ സഖ്യകക്ഷികൾക്കും കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്താനുള്ള കഴിവ് നൽകുന്നുമുണ്ട്. കപ്പൽ വിരുദ്ധ ക്രൂയിസ് മിസൈലുകളുടെയും ടോർപിഡോ ബോട്ടുകളുടെയും വലിയൊരു ശേഖരവും ഇറാന്റെ കൈവശവുമുണ്ട്. കൂടാതെ ഇറാനിയൻ ഡ്രോണുകളെ ഒഴിവാക്കുക എന്ന വെല്ലുവിളി US നാവികസേന നേരിടേണ്ടി വരും. എന്നിരുന്നാലും ഇറാന് ഒരു വലിയ തലവേദന അതിന്റെ മിസൈൽ ലോഞ്ചറുകളുടെ അഭാവവും തന്നെയാണ്. വാൾസ്ട്രീറ്റ് ജേർണലിന്റെ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ വർഷം ജൂണിൽ നടന്ന 12 ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രയേൽ ഇറാന്റെ മിസൈൽ ലോഞ്ചറുകളുടെ ഏകദേശം 70% നശിപ്പിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും 2000-ലധികം ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇറാന് വീണ്ടും ഇസ്രയേലിനെ ലക്ഷ്യമിടാൻ കഴിയും. കഴിഞ്ഞ യുദ്ധത്തിൽ ഇറാൻ ഏകദേശം 550 ബാലിസ്റ്റിക് മിസൈലുകളാണ് വിക്ഷേപിച്ചത്. ഇതിൽ 45 ഇസ്രയേലിനെ ആക്രമിച്ചു. അതിനാൽ ഇത്തവണ ഇറാന് US വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കണെ അതിന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് മുക്കാൻ കഴിയുമോ എന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ബുധനാഴ്ച ന്യൂയോർക്ക് ടൈംസിനോട് സംസാരിച്ച US യൂറോപ്യൻ ഉദ്യോഗസ്ഥർ ഇറാനോട് 3 ആവശ്യങ്ങളാണ് ഉന്നയിച്ചത്. 1. യുറേനിയം സമ്പുഷ്ടീകരണം ശാശ്വതമായി അവസാനിപ്പിക്കുക. 2. ബാലിസ്റ്റിക് മിസൈലുകളുടെ എണ്ണവും വ്യാപ്തിയും പരിമിതപ്പെടുത്തുക. 3. ഹമാസ്, ഹിസ്ബുള്ള, ഹൂതികൾ പോലുള്ള പ്രാദേശിക ഭീകര സംഘടനകളെ പിന്തുണയ്ക്കുന്നത് നിർത്തുക. എന്നാൽ ഈ ആവശ്യങ്ങളെക്കുറിച്ച് ഇറാൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഒരു കരാറിലെത്തിയില്ലെങ്കിൽ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെടാം എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മലയാളി വാർത്ത ഇൻസൈഡ്.